ഒരു കുടുംബത്തിലെ 4 പേർ അഗ്നിബാധയിൽ മരിച്ചതിന്റെ ഞെട്ടലാണ് കുവൈറ്റ് അബ്ബാസിയയിലെ മലയാളികൾ. മാത്യൂസിനെയും കുടുംബത്തെ രക്ഷിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മരണം സംഭവിച്ചിട്ടുള്ള രണ്ടാമത്തെ ഫ്ളാറ്റിൽ, തീ പിടിച്ചിട്ടുള്ള ഫ്ളാറ്റിൽ, അവിടെയും നമ്മൾ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹം ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ അർത്ഥത്തിലാണ് നമ്മൾ എല്ലാവരെയും മുകളിൽ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. പക്ഷെ പിന്നീട് ആരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല, കടുത്ത പുകയായിരുന്നു. അപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ട് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. കെട്ടിടത്തിൽ തീ പടരുന്നത് കണ്ട് എല്ലാ നിലകളിലും ഓടിയെത്തി വിവരമറിയിച്ചത് ഇവരായിരുന്നു. 2ാം നിലയിൽ താമസിച്ചിരുന്ന മാത്യൂസിനെയും കുടുംബത്തിനെയും ഇവർ വിവരം അറിയിക്കുകയും ചെയ്തു. തീയും പുകയും അടങ്ങിയ ശേഷം നടത്തിയ തെരച്ചിലിലാണ് 4 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കേരളത്തിൽ നിന്നും കുവൈറ്റിലെത്തി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു മരണം. മലയാളികളടക്കം 49 പേരുടെ മരണത്തിനിടയാക്കിയ വൻ അഗ്നിബാധ കഴിഞ്ഞ മാസം 12-നാണ് കുവൈറ്റിലുണ്ടായത്. തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ നൊമ്പരം മാറും മുൻപാണ് മാത്യൂസിന്റെയും കുടുംബത്തിന്റെയും മരണം. 4 പേരുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അവധി ദിവസമായിട്ടും മരണ സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി. OICC കെയർ ടീമിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. കുവൈറ്റിലെ റോയിട്ടേഴ്സ് കമ്പനിയിലെ വിവരസാങ്കേതിക വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്നു മാത്യൂസ്. അദാൻ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്നു ലിനി എബ്രഹാം. ഞായറാഴ്ച മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.